മഴവെള്ളം കവർന്നത് ഒരു ഉപജീവന മാർഗം. 3 പതിറ്റാണ്ടിന്റെ അധ്വാനത്തിനൊടുവിൽ സ്വന്തമായി തുടങ്ങിയ പ്രിന്റിംഗ് പ്രസ്, വായ്പയെടുത്ത് വാങ്ങിയ യന്ത്രങ്ങൾ. ഒരു രാത്രി പെയ്ത കനത്ത മഴയിൽ എല്ലാം വെള്ളത്തിനടിയിലായി. അടിമാലിയിൽ സിബി വർഗീസിന്റെയും ശൈലയുടെയും ജീവിതമാണ് മഴവെള്ളം തകർത്തത്. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ പെയ്ത കനത്ത മഴയിലാണ് ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം പ്രവർത്തിക്കുന്ന ഐറിസ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിൽ വെള്ളം കയറിയത്. ഇരുമ്പുപാലം സ്വദേശികളായ സിബി വർഗീസും ഭാര്യ ഷൈലയ്ക്കും ഈ സ്ഥാപനം ഒരു ബിസിനസ് മാത്രമായിരുന്നില്ല, കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായിരുന്നു. കാലുകൾക്ക് വൈകല്യമുള്ള സിബി 3 പതിറ്റാണ്ടായി വിവിധ പ്രിന്റിംഗ് പ്രസ്സുകളിൽ ജോലി ചെയ്തിരുന്നു. 2 വർഷം മുൻപാണ് സ്വന്തം സ്ഥാപനമെന്ന സ്വപ്നവുമായി അടിമാലി ടൗണിൽ പ്രസ് തുടങ്ങിയത്. 8 ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്താണ് യന്ത്രങ്ങൾ ഉൾപ്പെടെ സ്ഥാപനം ഒരുക്കിയത്. വായ്പയുടെ ഗഡുക്കൾ അടയ്ക്കാനും കുടുംബം പുലർത്താനും പ്രസ്സിൽ നിന്നുള്ള വരുമാനം മാത്രമായിരുന്നു ഏകാശ്രയം. അതിനേക്കാൾ ഉച്ച കഴിഞ്ഞുണ്ടായ വലിയ മഴയിൽ റോഡിൽ നിന്ന് വെള്ളവും ഓടയുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഓടയുടെ ഇത് മൂലം വെള്ളം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരികയും ഏകദേശം ഇത്രയും ഭാഗത്തോളം വെള്ളം മുങ്ങി. അതിൽ നിന്ന് കൊണ്ട് മെഷീനറിയും കാര്യങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി പോയി. ഇപ്പൊ അത് പണിതെടുക്കുന്നതിന് എത്രയാവുമെന്നും അറിയില്ല. സർവീസ് ചെയ്ത് എടുക്കുന്നതിന് കഴിഞ്ഞാലേ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ശനിയാഴ്ച വൈകിട്ട് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ സ്ഥാപനത്തിന് മുന്നിലെ ഓട കവിഞ്ഞാണ് വെള്ളം അകത്തേക്ക് കയറിയത്. ഏകദേശം 4 അടി ഉയരത്തിൽ വെള്ളത്തിനൊപ്പം ചെളിയും ഉൾപ്പെടെ മുറിക്കുള്ളിലെത്തി. യന്ത്രങ്ങളുടെ മോട്ടോറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ടെക്നീഷ്യൻ എത്തി പരിശോധിച്ചാൽ മാത്രമേ നാശനഷ്ടത്തിന്റെ യഥാർത്ഥ കണക്ക് വ്യക്തമാകൂ. കാലിന്റെ വൈകല്യം കാരണം മറ്റു ജോലികൾ ചെയ്യാനും സിബിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നെത്തിയ മഴവെള്ളം തകർത്തത് യന്ത്രങ്ങൾ മാത്രമല്ല, സിബിയുടെയും ശൈലയുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.